ഹലോ ഫ്രഷ്, ഞാൻ മലപ്പുറം ജില്ല പൊന്നാനി നിയോജകമണ്ഡലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിഷ്പക്ഷ നിലപാടിൽ പൊന്നാനി നിയോജകമണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം UDFിൻ്റെ പ്രവർത്തകർ വളരെ മോശമായിരുന്നു. UDF നേതാക്കൾ അണികളെ പറഞ്ഞയച്ച് എല്ലാ വാർഡുകളിലും ഗ്രാമങ്ങളിലും കയറിയിറങ്ങി വീടുകളിൽ കയറിയിറങ്ങി വർക്ക് ചെയ്യിച്ചില്ല ഇപ്രാവശ്യം. ആയതുകൊണ്ടാണ് UDFിൻ്റെ വോട്ടാണ് ബാലൻസ് കിടക്കുന്നത് മുഴുവൻ. LDFിൻ്റെ പ്രവർത്തകർ എല്ലാ വീടുകളിലും വാർഡുകളിലും കയറിയിറങ്ങി അവർ നല്ല വർക്ക് ചെയ്തു. LDFിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് വോട്ടുകൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞു. UDFിൻ്റെ വോട്ടാണ് ബാലൻസ് കിടക്കുന്നത് മുഴുവൻ. അപ്പോൾ UDFിൻ്റെ നേതാക്കൾ അവിടെ ഇരുന്ന് സമസ്തയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും കൂടി കടിവലി കൂടി ഞാനും നേതാവ് എന്ന് വായിച്ചു നിന്ന് 99 പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുന്ന് അണികളിലേക്ക് തീരെ ശ്രദ്ധിച്ചില്ല. അണികളുണ്ടെങ്കിലേ നേതാവാൻ പറ്റുള്ളൂ. അണികളില്ലാതെ ഞാൻ ഒരു പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ് എന്ന് സംഘടന നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാലൊന്നും ഒരാളും സ്വീകരിക്കുന്നല്ല. അപ്പോൾ എല്ലാ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ് വർക്ക് ചെയ്യിച്ചെങ്കിലേ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ UDFിന് വളരെ മോശമാണ് ഈ പ്രാവശ്യം വർക്ക് ചെയ്യിച്ചത്. ഇടതിൻ്റെ വോട്ടുകൾ മുഴുവൻ ചെയ്തു. അവർ നല്ല വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇടതിൻ്റെ വോട്ടുകൾ ഒന്നും ബാലൻസ് ഇല്ല. UDFിൻ്റെ വോട്ടുകൾ ഒരുപാട് ബാലൻസ് കിടക്കുന്നുണ്ട്. UDFിൻ്റെ വോട്ടുകളൊന്നും ഒരുപാട് ചെയ്യാൻ ഇനി ബാലൻസ് ഉണ്ട്, ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറയാൻ കാരണം. അപ്പോൾ LDFിൻ്റെ വോട്ടും UDFിൻ്റെ വോട്ടും കുറച്ച് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ BJPക്ക് വോട്ടിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വോട്ട് എണ്ണുമ്പോൾ എവിടേക്കാണെന്ന് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പൊന്നാനി നിയോജക മണ്ഡലം. കാരണം നിഷ്പക്ഷ നിലപാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFിനും LDFിനും വിജയിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും സമമായിട്ടാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം കാണുന്നത്. അപ്പോൾ ആര് ജയിക്കണം വലിയ ഭൂരിപക്ഷം ഇല്ലാതെ ജയിക്കുള്ളൂ. വലിയ ഭൂരിപക്ഷം ആർക്കും കിട്ടില്ല. അപ്പോൾ പൊന്നാനി നിയോജകമണ്ഡലത്തിൽ UDFിൻ്റെ വർക്ക് വളരെ മോശമായതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണം. വേറൊന്നുമല്ല, UDFിൻ്റെ പ്രവർത്തകർ തീരെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. LDFിൻ്റെ വോട്ടുകൾ മുഴുവൻ ചെയ്തു. അവർ LDF ആയാലും UDF ആയാലും ആരായാലും എന്നാലും ശരി വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കില്ല, ചെറിയൊരു ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് വോട്ട് എണ്ണി കഴിയുമ്പോൾ അറിയാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വരാം.